നമ്മുടെ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, എന്ത് കർമ്മമായാലും അത് ഏറ്റവും കൂടുതൽ ശരിയാകുന്നത് ഏറ്റവും കൂടുതൽ ദിക്ർ അതിൽ വരുമ്പോഴാണ്. ഹജ്ജിലുടനീളം ദിക്റാണ്, നിസ്കാരത്തിലുടനീളം ദിക്റുകളുണ്ട്. നോമ്പുകാരന് ദിക്റുകളുണ്ട്. ഏറ്റവും നന്നായി ദിക്റുള്ള ആളുകൾ, പുരുഷനാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു, പാപമോചനം കൊടുക്കുന്നു. ഹജ്ജൊക്കെ പറയുന്ന സമയത്ത് കാണാൻ സാധിക്കും, അത്രയും ദിവസങ്ങൾ അവർ ദിക്റിലും പ്രാർത്ഥനയിലും മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞാൽ അവരോട് പറയുന്നുണ്ട്, ഫദ്കുറുല്ലാഹ്, വീണ്ടും നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞാലും ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. രാവിലെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു വേളയിൽ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ട്. സുബ്ഹിന് ശേഷം പ്രഭാത ശേഷമുള്ള അദ്കാറുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിക്റുകൾ ഒഴിവാക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചര്യ ജീവിതത്തിൽ പാലിക്കാതെ പോയാൽ നഷ്ടങ്ങൾ ഒരുപാട് നമുക്കുണ്ടാകുമെന്നർത്ഥം. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ഫീ ദുബുരി സ്വലാത്തിൽ ഫജ്ർ വഹുവ ഥാനി റിജ്ലൈഹി ഖബ്ല അൻ യതകല്ലം. നമ്മളിൽ പലർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സുന്നത്താണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാള് സുബ്ഹ് നമസ്കാരം കഴിഞ്ഞു, വഹുവ സാനിയ റിജ്ലൈഹി, എന്നിട്ട് അവൻ ഇരുന്ന സ്ഥലത്ത്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നു. ഖബ്ല അൻ യതകല്ലം, മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന്റെ മുമ്പ്. അപ്പോ അവിടെ തന്നെ ഇരുന്ന് അപ്പുറത്തുള്ള ആളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഇനി പറയാൻ പോകുന്ന ദിക്ർ പ്രാർത്ഥിച്ചവനാണെങ്കിൽ, ഏതാ പ്രാർത്ഥന അല്ലെങ്കിൽ ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ദിക്ർ. ഇത് പറയാണ് അശ്റ മറാത്തിൻ, 10 തവണ. 10 തവണ. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഉണ്ട്, നോർമൽ. ഇതിൽ ഒരു പദം കൂടിയിട്ടുണ്ടാവും, യുഹ്യീ വയുമീത്. ഒന്ന് പറഞ്ഞു നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പഠിക്കാൻ സിമ്പിളാണ്, പഠിക്കാനൊരു അധികമൊന്നുമില്ല. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവന് പങ്കുകാരനില്ല, അവന് എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്, അവൻ ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്താ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചെറിയൊരു ദിക്ർ,
അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന ഈ ദിക്ർ. എന്നിട്ട് പറയാണ്, ആരെങ്കിലും ഇത് 10 പ്രാവശ്യം പറഞ്ഞാൽ കുത്തിബ ലഹു 10 ഹസനാത്തിൻ. 10 തവണ നേരത്തെ പറഞ്ഞു, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരുന്ന് ആരോടും സംസാരിക്കുന്നതിന് മുമ്പ് 10 തവണ ഇത് ചൊല്ലിയാൽ കുത്തിബ ലഹു 10 ഹസന, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. ഒരു നന്മക്ക് ഇരട്ടി കൂലിയാട്ടോ. ഒരു നന്മക്ക് ഒരു കൂലിയല്ല, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. ഇരട്ടി ഇരട്ടി കൂലിയാണ്. പിന്നെന്താണ്? 10 തിന്മകൾ മായ്ക്കപ്പെടും. അപ്പോ 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, അതിന്റെ കൂടെ തന്നെ 10 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. വറുഫിഅ ലഹു 10 ദറജാത്തിൻ. 10 ദറജ അല്ലാഹു ഉയർത്തും. 10 ദറജ ഉയർത്തും എന്ന് പറഞ്ഞാല് ഹദീസുകൾ കാണാൻ സാധിക്കുന്നത്, ദുനിയാവില് അല്ലാഹു തആല ആ മനുഷ്യനുള്ള പദവി ഉയർത്തുന്നതാണ്. അയാൾക്ക് ദുനിയാവില് ഒരു പ്രത്യേക ദറജ ആളുകൾക്കിടയിലാണെങ്കിലും അള്ളാന്റെ അടുത്താണെങ്കിലും കിട്ടും. ചില വിശദീകരണങ്ങൾ ഷർഹിൽ കാണാൻ സാധിക്കും. നാളെ പരലോകത്ത് സ്വർഗത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ദർജനേക്കാൾ 10 ദർജ ആ മനുഷ്യനെ ഉയർത്തി കൊടുക്കുന്നതാണ്. അപ്പൊ ഏത് നിലക്ക് നോക്കിയാലും ദർജാത്തുകളുടെ കാര്യത്തിൽ, പദവിയുടെ കാര്യത്തിൽ അയാൾക്ക് 10 കൂടുതൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പറയാം, وكان يومه ذلك كله في حرز من كل مكروه وحرس من الشيطان. ആ ദിവസം മുഴുവനായും വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. അയാൾക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ അള്ളാഹു അയാളെ പതുക്കെ ഒഴിവാക്കി. വഹിറസും മിനശ് ശൈത്താനി, പിശാചിൽ നിന്ന് ആ ദിവസം മുഴുവൻ ആ വ്യക്തിക്ക് കാവലുണ്ടാകും. ഇത് സുബ്ഹ് നമസ്കാരത്തിന്റെ ശേഷം നമ്മൾ പതിവാക്കേണ്ടുന്ന നമസ്കാര ശേഷമുള്ള ദിക്റിൽപ്പെട്ടതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഹദീസിൽ വന്ന പ്രയോഗം കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു 100 തികച്ചാൽ അവന്റെ പ്രതിഫലം പറയുന്നുണ്ട്. സാധാരണ നമസ്കാരത്തെ പോലെ തന്നെ എല്ലാ നമസ്കാരത്തിലും അത് പറഞ്ഞാൽ ഗുഫിറത് ലഹു ഖത്വായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, കടലിലെ നുരയും പതയോളമാണെങ്കിലും. അത് ഉലമാക്കന്മാർ പറഞ്ഞു, വൻപാപങ്ങൾ ഒഴിച്ച് ചെറിയ പാപങ്ങൾ കടലിലെ നുരയും പതയോളുണ്ടെങ്കിലും പഠിച്ചോ പുറത്തു. മറ്റൊന്ന് ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബുന്നാസ് ഫലക്. ഇത് ഓതിക്കഴിഞ്ഞാൽ കാന ഫീ ദിമ്മത്തില്ലാഹി ഇലസ്സലാത്തിൽ ഉഖ്റാ, അടുത്ത നമസ്കാരം വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും ആ വ്യക്തി. ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലുന്നതിന് അതിൻ്റെ ഒരു മഹത്വം എത്ര കൊടുത്തെന്ന് ഞാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. 1, നമസ്കാര ശേഷമുള്ള ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളെങ്കിലും കേൾക്കുന്ന രൂപത്തിൽ നാവ് കൊണ്ട് ഉച്ചരിക്കണം. നമ്മളിങ്ങനെ ഇരിക്കുന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ, അത് പോരാ. നമ്മളെങ്കിലും ഒന്ന് പതുക്കെ കേൾക്കുന്ന രൂപത്തിൽ പറയാം, നാവ് കൊണ്ടത് പറയാം. 2, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ എണ്ണം പിടിക്കേണ്ടത് കൈകൊണ്ടാണ്. പ്രത്യേകിച്ചും വലത് കൈ കൊണ്ടാണ് എണ്ണം പിടിക്കേണ്ടത്. ചിലരെന്ത് ചെയ്യും, സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, അപ്പോൾ അത് ഇടത് കൈയായി. എണ്ണം പിടിക്കേണ്ടത് വലത് കൈയിൽ തന്നെയാണ്. 3-മത്തെ കാര്യം,
ഫജ്ർ നമസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എത്ര പ്രാവശ്യം ഓതണം? 3 പ്രാവശ്യം ഓതണ്ട. ശരിക്കും അത് അസ്ർ നമസ്കാരത്തിന്റെ ശേഷമുള്ള അദ്കാറുൽ മസായിലാണ് 3 തവണ വരുന്നത്. നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളുടെ കൂടെ. പക്ഷെ നമ്മുടെ പള്ളികളുടെ ബോർഡുകളിലും പുസ്തകങ്ങളിൽ ഇതിലൊക്കെ കാണുമെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ പരിശോധിച്ചപ്പോൾ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹു അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്, സലാസ മറ എന്ന് പറയുന്നത് അദ്കാറുൽ മസായിലും അദ്കാറു സ്വബാഹിലും. അപ്പൊ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ എത്രയേ ഓതണ്ടുള്ളൂ? 1 തവണയാണ് ഓതേണ്ടത്. എന്നാൽ പ്രഭാത പ്രാർത്ഥനകൾ പറയുന്ന സൗട്ടത്തിൽ 3 തവണ അത് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദിക്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകളിൽ വന്ന പരാമർശങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ചില പ്രാർത്ഥനകൾക്ക്, ചില ദിക്റുകൾക്കും അതിൻ്റെതായ സ്ഥാനവും മഹത്വവും ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ മറ്റു അദ്കാറുകളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മഹാരഥന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഈ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ അയാൾ നമസ്കാര സമയത്ത് അനുബന്ധിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾ, നിബിധങ്ങൾ ഫർള് നമസ്കാരം കഴിഞ്ഞാൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ദിക്റുകളുണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എന്നാൽ ഫർള് നമസ്കാരം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകാറില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമുക്ക് കിതാബുകളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഉപകരിക്കുന്ന അറിവും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ശേഷിയും പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.